എവിടെ പോവാ മീനുട്ടി? ഞങ്ങള് സ്കൂളിൽ പോവാൻ. ഓ വിഷു അയ്യപ്പോ. എവിടെ പോവാണ് കുട്ടി? ഓ ടാറ്റാ. അയ്യോ ഉണ്ടോ. അപ്പോൾ രാവിലത്തെ വലിയൊരു പരിപാടി കഴിഞ്ഞ് രണ്ടുപേരും കൂടാണ് ചേട്ടനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയിരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ മിക്കവാറും ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളായിരിക്കും. അമ്മയുടെ പൂന്തോട്ട പരിപാടികളാണ്, അമ്മയുടെ ഗാർഡൻ ഏരിയ ആണ് ഇതൊക്കെ. കുറേ ചെടികളൊക്കെ ഉണ്ട്, കുറേയൊക്കെ പോയി. അങ്ങനെ ദേ പിന്നെ ഇവിടെ എന്ത് ചെടിക്ക് പൂ വന്നാലും മുട്ട് വന്നാലും അല്ലെങ്കിൽ പൂവായിട്ട് വിരിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ പുത്രനാണെങ്കിൽ എല്ലാം പറിച്ചൊടിച്ച് കളയും. ദേ കണ്ടോ, ഓർക്കിഡിൻ്റെയൊക്കെ മണ്ടഭാഗം ഇല്ല ഗൈസ്. ഇതൊക്കെ കൊണ്ടുകൊണ്ടവർ ദേ ഓടിച്ചു കൊണ്ടുപോയി. കണ്ടോ, ഇതെല്ലാം അവൻ നശിപ്പിച്ച് കളയും. എന്നുവെച്ചാൽ അവനൊരു ക്രേസാണ് ഇതിൻ്റെ മണ്ടനുള്ളി എന്ന് പറയും. ഈ ഒരെണ്ണം അമ്മ എങ്ങനെയൊക്കെയോ പിടിച്ച് നിർത്തിയിരിക്കുകയാണിത്. അവൻ്റെ കൈ കൊടുക്കാണ്ട് നല്ല ഭംഗിയല്ലേ. പിന്നെ ഇത് എങ്ങനെ. പിന്നെ അപ്പുറത്തേരിൽ ഒത്തിരി ആയിട്ടില്ല, നേരത്തെ ഉണ്ടായിരുന്നു നമുക്ക് നല്ല പോലെ, അതൊക്കെ പോയി. അവൻ്റെ മെയിൻ വീക്ക്നെസ് ഈ പൂവാണ്, ഈ ചെടിയാണ്. എപ്പോൾ വിരിഞ്ഞ് കഴിഞ്ഞാലും അവൻ അന്നേരമേ ഇതിൻ്റെ മണ്ടയെല്ലാം ഒടിച്ച് നുള്ളിക്കളയും. അതവൻ്റെ ഒരു മെയിൻ വീക്ക്നെസ്സാണ്. യെസ്, ഇതിലൊക്കെ പുതിയ പിന്നെ ഇങ്ങനെ, പിന്നെ മുകളിലും കുറച്ച് വെച്ചിട്ടുണ്ട്. കേറ് വേട്ടക്കുറവ്. അച്ചായ മോളും വന്നു. ചേട്ടാ എവിടെ പോയതാ മീനുട്ടി? എവിടെ പോയതായിരുന്നു? എവിടെ പോയതാ? എവിടെ പോയ ചേട്ടാ? സ്കൂളിലോ? ചേട്ടാ സ്കൂളിൽ പോയെന്ന് പറ. സ്കൂളിൽ കൊണ്ടുവിട്ട് വൈകുന്നേരം കഴിയട്ടെ. അമ്മയാരുമില്ല, അമ്മയൊക്കെ ഞാൻ പോകാൻ കഴിയാ. ഭയങ്കര ബിസിമാനാ. അമ്മയൊക്കെ പൊങ്കാല ഇടാൻ പോയിക്കുവാണ്. അച്ഛാ പോയിട്ട് വട്ടെ. അച്ഛൻ പോകുന്നതിന് മുമ്പുള്ള അച്ഛൻ്റെ കൂടെ ഉള്ള കറക്കം കഴിഞ്ഞതാ വരുന്നുണ്ട് ആള്. ടാറ്റാ പറ. ടാറ്റാ. അയ്യോ ബൈ. ബൈ. ചേട്ടനും ടാറ്റ. പോയി നമ്മുടെ പൊങ്കാല പായസം. സൂട് പൊങ്കാല പായസം എടുത്തിട്ടില്ല. അതെ, അമ്മയൊക്കെ 3 കലമായിരുന്നേ പൊങ്കാല നമ്മൾ നേർന്നത്. 1 കലം കൂടി ഇരിപ്പുണ്ട്. മീനുട്ടി അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുക. വന്നപ്പോഴേ ഓടി തോള കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി ഇറങ്ങി. മീനുട്ടി നല്ല ഉറക്കമായിരുന്നു. ഇറങ്ങാറായപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നടക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾ ചെറുതായിട്ട് ഉണർന്നു. നമ്മൾ നേരെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ അവിടേക്കാണ് പോയത്, കോലെടുത്ത്. അപ്പം അവിടെ ഇന്ന് പൊങ്കാലയൊക്കെ ആയിരുന്നു, ഇന്നത്തെ ദിവസം ഉത്സവമാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിയുമ്പോൾ വിനുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വിനുവേട്ടനും വന്ന് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാനും വിനുവേട്ടനും കൂടി സ്കൂട്ടറിൽ പോയി. അമ്മയും അച്ഛനും മോനും എല്ലാം കൂടെ കാറിൽ വന്നു. നമ്മൾ എവിടെ പോവാ? ചട്ടി കമത്തിക്കുന്ന കറക്റ്റാ നിനക്ക്. ബബായ് പറ. അമ്മമ്മ ബബായ് പറയും.
ബൈ. അപ്പഴെടുത്ത് പോവാന്ന് പറ. ചേച്ചിയുടെ അവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവം കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചേച്ചി എല്ലാവരും റോഡിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടോട്ട് അങ്ങ് ഇറങ്ങി. ആരാത്? അപ്പൊ വന്നോ? ഇതാരാ ഇത്? ഇതാരാ കുഞ്ഞിന്റെ? ഇതാരാ ഇത്? യച്ചുവിനെ വിളിച്ചേ. ഫോണെടുത്ത് കഴിയുമ്പോ നാണമാണ്. നോക്ക് ബലൂണ് നോക്ക്. എത്രടാ? ഏതാ വേണ്ടേ? അകത്തെ
പിടിച്ചത്? ഇങ്ങോട്ട് നോക്കിയേ, ഇതെന്തോ ഈ കയ്യിലിരിക്കുന്നേ? നോനോ പറഞ്ഞിട്ടില്ലയോ അച്ഛാ? ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലയോ? നോക്കുന്നുണ്ട് ചേച്ചി. അച്ഛാ പോയി വേണമെങ്കിൽ പോയി. അച്ഛാ ഉണ്ട് ലേസ്. ടാറ്റ ബൈ. ഓക്കെ സീ യു. ടാറ്റ. എന്റെ പൊന്നെ എന്റെ ദൈവമേ. ഓ അപ്പയുടെ മാല ഇനി കേട്ടോ, മാലയിലൊക്കെ കയറി പിടിച്ചേക്കുവോ? അയ്യോ എന്തോ ആയത്. അപ്പയുടെ മോന് ജോലി കിട്ടുമ്പോ മോന് അപ്പ മാല വാങ്ങിച്ചു. കണ്ണും കണ്ണും കാത്തിരുന്നു. എന്തോയോ അതിന് കൊടുത്തു. ടാറ്റാ ബൈ.